യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്താ മോളെ, ഇതിപ്പോ കരയാൻ മാത്രമുള്ള കാര്യമാണോ? വിശ്വനാഥൻ വന്ന് പോകുന്നിടം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പോയി കുറച്ച് കഴിഞ്ഞപ്പോ തുടങ്ങിയതാ ഈ കരച്ചില്. ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ അതുകൊണ്ടാ. എന്താ മോളെ, സാറല്ല ഉപേക്ഷിച്ചു പോയതൊന്നും അല്ലല്ലോ, തിരിച്ചു വരുമല്ലോ. എങ്കിലെന്തിനാ എല്ലാം എന്റെ പേരിൽ എഴുതി വെച്ച? ഇത് വിശ്വനാഥൻ അച്ഛൻ തിരിച്ചു വരാൻ വേണ്ടി പോയതൊന്നുമല്ല, എനിക്ക് ഉറപ്പാ. എപ്പോഴും അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്, കുറെ കാലം കഴിഞ്ഞ സ്നേഹസദന ആരെങ്കിലും ഏൽപ്പിച്ച് പല തീർത്ഥാടനത്തിനും പോവെന്ന്, അവസാനം മരണം വരെ കാശിയിൽ കഴിഞ്ഞുകൂടുന്നു. മോളെ, അതിന് സാറ് കാശിയിലേക്കാണെന്ന് പറഞ്ഞല്ലല്ലോ പോയത്. വ്യക്തമായിട്ട് പറഞ്ഞില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞ വാക്കുകൾ പിന്നീട് ഓർത്തപ്പോ എനിക്കത് മനസ്സിലായച്ച. പരമശിവനേക്കാൾ വലിയ കൂട്ട് വേറെ എന്തിനാന്ന് ചോദിച്ചിട്ട് അച്ഛൻ പോയത്. കാശി പരമശിവന്റെ സ്ഥലമല്ലേ? എല്ലാം എന്റെ പേരിൽ എഴുതി വെച്ച് അച്ഛൻ പുറപ്പെട്ടു പോയത് തന്നെയാ. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തന്നെ തീരുമാനിച്ച്. എനിക്ക് വല്ലാത്ത പേടി തോന്നാ. എടോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തുകയല്ലേ വേണ്ടൂ. കുറച്ചു ദിവസം കഴിഞ്ഞിട്ടും വരുന്നില്ല എന്ന് കണ്ടാ നമുക്ക് കാശി ചെന്ന് അച്ഛനെയും പൊക്കിയെടുത്തുകൊണ്ട് കൊണ്ട് വരാടോ, പോരെ? അതെ, പഴയ കാലമൊന്നും അല്ലല്ലോ. മോളെ, സാറ് വരും. വന്നില്ലെങ്കിൽ അർജുൻ പറഞ്ഞതുപോലെ നമ്മൾ കൊണ്ടുവരും. ഇത്രയും വലിയ ഉത്തരവാദിത്വമൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോ അത് മോൾക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് സാറിന് അറിയാവുന്നതുകൊണ്ടാ. അങ്ങനെ വിചാരിക്കേ. അതെ മോളെ, ദേ ഇനി ഒരുപാട് ആളുകൾക്ക് അഭയമാകേണ്ട സ്ഥാപനമല്ലേ അത്. അത് നോക്കി നടത്താൻ കെൽപ്പുള്ള ആളായി മോളെയാണ് സാറ് കണ്ടതെന്നതില് മോൾ അഭിമാനിക്കല്ലേ വേണ്ടത്? അതെ മോളെ, അവനവനെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത ഒരാളാണ് വിശ്വനാഥൻ സാർ. സാറിനെ പോലെ ഒരാളായി സാറും മോളെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ധൈര്യപൂർവ്വം മോളെ ഏറ്റെടുക്കണം. ഏറ്റവും നന്നായി ആ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം. ദേ മോളെ, അന്തേവാസികൾക്കായി ഒരുപാട് കാര്യങ്ങൾ മോക്ക് ചെയ്യാൻ പറ്റും. അമ്മയില്ലേ കൂട്ടിന്. മോള് ധൈര്യമായിട്ടിരിക്കെ. ആദ്യം നിങ്ങൾ തീരുമാനിച്ചതുപോലെ ഹണിമൂൺ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. അതിനുശേഷം സ്നേഹസദനത്തിന്റെ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാം. അമ്മ മാത്രമല്ല, കൂടെ അച്ഛനും ഉണ്ടാവും. പോരെ? എനിക്ക് തൃപ്തിയായില്ലേ? വിശ്വനാഥൻ അച്ഛൻ എന്താണ് സ്വപ്നം കണ്ടത്, അതിലും ഉയരത്തിലേക്ക് നമുക്കത് എത്തിക്കാവുന്നേ. അത് പോട്ടെ, നിങ്ങൾ എന്നാ പുറപ്പെടുന്നേ? ആളെ രാവിലെ എന്നാ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴാ ഇയാളാകെ ഡൗണായത്. ഇപ്പൊ ഓക്കെ ആയാലോ അല്ലേ? നാളെ തന്നെ പോവാല്ലോ. അച്ഛമ്മയോടൊക്കെ പറഞ്ഞില്ലേ മോളെ? പിന്നെ അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമായി. നന്നായി. ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടാത്ത ഒരാളാ എന്റെ മോള്. ഇനി എന്റെ മോക്ക് ജീവിതത്തിൽ ഒരു ദുഃഖം ഉണ്ടാവാൻ പാടില്ല. എനിക്ക് അർജുനോട് അതേ പറയാനുള്ളൂ. എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ആന്റിക്ക് അത് അങ്ങനെ തന്നെ വിശ്വസിക്കാം. അതെ, ഞങ്ങളെ പോലെ തന്നെ ജീവിച്ചു തുടങ്ങേണ്ടവരാണ് നിങ്ങളും. അതും ഓർമ്മ വേണം. അതെ അമ്മ, ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്താ നിങ്ങൾ പരസ്പരം കാണാതെയും അറിയാതെയും പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നത്. ആ കാലം ഇനി നിങ്ങളും തിരിച്ചു പിടിക്കണം. ഒരു യാത്രയൊക്കെ നിങ്ങൾക്കും പ്ലാൻ ചെയ്യാം ആന്റി. അതൊക്കെ പിന്നീട് ആലോചിക്കാം. എന്തായാലും ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ. നമ്മൾ വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഒരു യാത്ര പോകാം. അത് നിങ്ങൾ മടങ്ങി വന്നതിന് ശേഷം. അതൊരു നല്ല ആശയങ്ങള്. ഞാൻ റെഡി. അല്ല, ഇറങ്ങാം. എല്ലാം പാക്ക് ചെയ്ത് റെഡി ആവണ്ടേ? മോളെ, എന്നാ വൈകണ്ട, ഇറങ്ങിക്കോ. ശരിയെന്നാ. ശരി, ഞങ്ങള് സന്തോഷായിട്ട് പോയിട്ട് വാ മോനെ.
തലേന്ന് വെള്ളം പോയിട്ടേ ഇല്ല. ഇങ്ങോട്ട് തിരിഞ്ഞേ. ഏ. നീ വല്ല ജലദോഷം പിടിക്കാൻ നിൽക്കണ്ട. ആ എടോ അടങ്ങി നിക്ക്. അതീന്നേ. ആ ഇത്തിരി വെള്ളം അവിടെ ഇരുന്നോട്ടോടോ. തലയ്ക്ക് ഒരു കുളിര. അധികം കുളിർന്നാലേ കിടപ്പിലായിപ്പോ. പിന്നെ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്ത ടൂറും ഹണിമൂൺ ട്രിപ്പും ഒക്കെ അങ്ങ് അവതാളത്തിലാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ അത് വേണ്ട. എന്നാലേ ഇത്തിരി കൂടെ നന്നായിട്ട് തോർത്തിക്കുക. തോർത്തിക്കുക. മതി. ഇനി തല ചെയ്യി താഴോട്ട് വാ. ബ്രേക്ക്ഫാസ്റ്റിന് നേരമായി. അച്ഛമ്മ വന്നു കാണും. കാര്യങ്ങൾ അറിയിക്കണ്ടേ? ആ പിന്നെ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ദേ വരുന്നു. പൂജമോളെ, ഭക്ഷണം എടുത്തു വെച്ചു, വാ കഴിക്കാം. ദേ എത്തിയില്ല അച്ഛമ്മേ. തണുക്കുന്നതിന് മുമ്പ് കഴിക്കാം. ആ അമ്മ അമ്മ ഇരിക്കെ, ഞാൻ വിളമ്പാം. അത് വേണ്ട, മോളിരിക്കേ, അച്ഛൻ വിളമ്പിത്തരാം. ഇരിക്കും മോളെ. പണ്ടൊക്കെ മോക്ക് ഭക്ഷണം തരാൻ അച്ഛമ്മ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്താ? കുട്ടിക്കാലത്തെ നിനക്ക് ഭയങ്കര വാശിയായിരുന്നു. ഒട്ടും ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. വാശിക്ക് ഇപ്പോഴും ഒരു കുറവില്ലല്ലോ. എന്റെ കുട്ടിക്ക് ഇപ്പം വാശിയും വൈരാഗ്യം ആരോടും ഇല്ല. അല്ല വാശിയുണ്ടെന്ന് അമ്മയല്ലേ പറഞ്ഞത്? ആ അത് ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാത്തതിനെ പറ്റിയല്ലേടാ. ഓ ഓ ഓ നിനക്ക് ഓർമ്മയുണ്ടോ മാതിരി, നമ്മുടെ പടിഞ്ഞാറേ വീട്ടിലെ രാമൻകുട്ടിക്ക് ഒരു പശു ഉണ്ടായിരുന്നു. ആ ആഹാരം കഴിക്കാൻ വാശി കാണിക്കുമ്പോ ഇവളെ ഞാൻ ഒക്കത്തെടുത്ത് ഞാൻ ആ പശുവിന്റെ തൊഴുത്തിലേക്ക് ചെല്ലും. പിന്നെ പശുമ്പയോട് നിർത്താതെ വർത്തമാനമാ. അതിനിടയില് ഞാൻ എങ്ങനെയെങ്കിലും പ്ലേറ്റിലുള്ളത് ഇവളുടെ അകത്തെത്തിക്കും. അങ്ങനെ കൊണ്ടു നടന്ന മോളെയാണ് ഞാൻ ഈ വീട്ടിൽ കുറെ കാലം അന്യെ പോലെ കണ്ടതും പെരുമാറിയതും.